വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് ഒരു പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മോളിക്യൂൾസ് എന്താണ്, ആറ്റം എന്താണ്, ഇതെങ്ങനെയുണ്ടായി, ആര് കണ്ടുപിടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ബേസ് ഞാൻ ഒന്നൊന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഇവിടെ മുതൽ എഴുതിയാൽ മതി. മറ്റേതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ആദ്യമായിട്ടൊരു ചാപ്റ്റർ കയറുമ്പം അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ബേസ് ആയിട്ട് അതിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് ടെസ്റ്റ് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇവിടെ മുതൽ തന്നെ എഴുതിപ്പോയിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് എന്താണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്നാൽ എന്ത്, രണ്ടും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ എഴുതുക, മലയാളം മീഡിയക്കാർ അത് എഴുതുക. രണ്ടും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അർത്ഥം നോക്കി നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. മോളിക്യൂൾസ് എന്നാൽ എന്താണ്, വാട്ട് ഈസ് മോളിക്യൂൾസ് അല്ലെ തന്മാത്രകൾ എന്നാൽ എന്താണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോളിക്യൂൾസ് ആർ എ പാർട്ടിക്കിൾസ് which show all the properties of the substance and have a free existence. നമ്മൾ ഈ മോളിക്യൂൾസ് എന്താണ്, ആറ്റം എന്താന്ന് ബേസിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് അതങ്ങ് എഴുതിയാൽ മതി. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്നാൽ എന്ത്, അതായത് പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നതും സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നതുമായ കണങ്ങളെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത് കേട്ടോ. മോളിക്യൂൾസ് എന്നാൽ എന്താ, മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ആൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നതും സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നതുമായ കണങ്ങളാണ് തന്മാത്രകൾ. അപ്പോൾ ആറ്റം എന്നാൽ എന്താ നിങ്ങളെ, മോളിക്യൂൾസ് അതാണെങ്കിൽ ആറ്റം എന്നാൽ എന്താ, മോളിക്യൂൾസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മാൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ് അല്ലേ. എല്ലാ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ്. തന്മാത്രകളെക്കാൾ ചെറുതാണ് ഈ തന്മാത്രകളുടെ ചെറിയ ഇതാണ് എന്താ ആറ്റങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മോളിക്യൂൾസ് ഓഫ് ഓൾ substance are made of extremely small particles called atoms. എല്ലാ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. രണ്ടെണ്ണം ഓക്കെയാണോ? നിങ്ങൾ സ്കൂളിലെ ടെസ്റ്റിൻ്റെ നോട്ട് എഴുതാൻ പറയുമ്പോൾ ഇത് എഴുതണം, മറ്റേത് ബേസ് ആണ് കുഞ്ഞുങ്ങളെ. ഓരോന്നും എന്തുവാന്നാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഇത് എഴുതിയാൽ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഓരോന്നും എന്തുവാന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ മോളിക്യൂൾസ്, രണ്ടാമത്തത് ആറ്റം, മൂന്നാമത്തത് ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ എന്ന് വെച്ചാൽ വിവിധ പദാർത്ഥങ്ങളിലെ, ഇപ്പം നമ്മുടെ ടെസ്റ്റിൽ ഒരു ബോക്സിനകത്ത് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് കണ്ടായിരുന്നല്ലോ. ഈ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യം കേട്ടോ. ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ, വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയെല്ലാമാണ് നോക്കി നിങ്ങളെ, ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഒന്നാമത്തെ. 2 ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റം ഇൻ ദർ എന്ന് വെച്ചാൽ ഘടകമൂലകങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം. എണ്ണം, റേഷ്യോ ഓഫ് ദ നമ്പർ എന്നിവിടെ എണ്ണത്തിൻ്റെ അനുപാതം. റേഷ്യോ എന്ന് വെച്ചാൽ അനുപാതം കേട്ടോ. നമ്പർ, റേഷ്യോ ഓഫ് ദ നമ്പർ എണ്ണത്തിൻ്റെ അനുപാതം. ഘടകമൂലകങ്ങൾ ആറ്റം ഇൻ ദർ രണ്ടെണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ, വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. 1 തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, 2 ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം. ആ രണ്ടെണ്ണവും നല്ലപോലെ നോക്കണേ. അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിൽ എന്തൊക്കെയുണ്ടോ നിങ്ങളെ, നമ്മൾ 1ാമത്തെ പാർട്ടിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞാൽ അത് കണ്ടവർക്ക് എളുപ്പം പറയാൻ പറ്റും അല്ലേ. ഒരാറ്റത്തിൽ 3 കണികകളാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് അല്ലേ. ഇതിൻ്റെ ഏത് ചാർജാണെന്നും ഇത് കണ്ടുപിടിച്ചത് ആരാണെന്നും ഒക്കെ നമ്മൾ 1ാമത്തെ പാർട്ടി പഠിച്ചതാണ്. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, സ്പെല്ലിങ്ങും കൂടെ പഠിക്കണേ. അടുത്ത, വാട്ട് ഡിഫറൻറ്റ് ക്യാൻ യു ഇൻഫർ ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ്, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പഠിച്ചല്ലോ. ഇവിടെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, അത് 1 മാർക്കിൻ്റെ ഒരു ചോദ്യം കേട്ടോ. എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അറിയാമോ? ആറ്റം ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. Atom of different elements differ
ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. ആ ഒരു വരി നമ്മൾ ഫസ്റ്റ് ബേസിൽ പഠിച്ചതാണ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും കേട്ടോ. അത് ഒറ്റ വരിയേ ഉള്ളതിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് കേട്ടോ. ചോദ്യം ഓർത്തോണേ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്നാണ്. 5 എണ്ണം എഴുതിയെടുക്കണേ കേട്ടോ. അടുത്ത 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിലെ സബ് അറ്റോമിക് കണങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിലെ സബ് അറ്റോമിക് കണങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. 2 ഇലക്ട്രോൺ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ ആണല്ലേ ഇവിടെ. ന്യൂട്രോൺ ഓക്കെ ആണല്ലോ 6ാമത്തെ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ടെസ്റ്റിലെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പടമൊക്കെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലെ വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേ? കാഥോഡ് റേയുടെ എന്താ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്രയും തന്നെ, കാരണം നമ്മുടെ ടെസ്റ്റിൽ അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തൊക്കെയാ? കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ വെൻ ആൻ ഒപാക് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്. From this we understand that cathode rays travel in straight line. 1ാമത്തെ വരി തന്നെ നോക്കിയേ. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നിഴലുകൾ ഉണ്ടാകുന്നു എന്നാ, ഷാഡോ ഉണ്ടാകുമെന്ന്. കാഥോഡ് നിങ്ങളുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മൾ ആ ടെസ്റ്റ് കൂടെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ടെസ്റ്റ് നിങ്ങളുടെ മുന്നിൽ എടുത്തിട്ട് ആ കാഥോഡ് റേ എടുക്കണം. കാഥോഡ് രശ്മികളുടെ, കാഥോഡ് റേസിൻ്റെ പാതയിൽ ഒരു അതാര്യ വസ്തു, ഒപാക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ പകുതി അപ്പുറം ഇപ്പുറം കാണാൻ പറ്റുന്ന ഒപാക് എന്ന് വെച്ചാൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ അവിടെ എന്തുണ്ടാകുന്നു? നിഴലുകൾ, ഷാഡോ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും എന്തോ മനസ്സിലാക്കാം? ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നാണ് 1ാമത് പറയുന്നത്. മനസ്സിലായോ? ഇനി 2ാമത് പറയുന്നത്, ഇൻ സ്മാൾ പാഡിൽ വീല് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ് ഈസ് റൊട്ടേറ്റ്സ്. Thus we can understand the particles in the cathode rays have mass. മനസ്സിലാക്കണേ. അതായത് കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം നമ്മൾ വെച്ച് അത് വെക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? കറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ടെന്നാ. ഇറ്റ് റൊട്ടേറ്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടല്ലോ. അങ്ങനെ കാഥോഡ് രശ്മിയിലെ കണികകൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാം. ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേ ഹാവ് മാസ്. മാസ് ഉണ്ടെന്ന്, കാഥോഡ് റേയിൽ എന്തുണ്ടെന്നാണ്? അവിടുത്തെ കണികകൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലാക്കണേ. 1ാമത്തെ, കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ അവിടെ നിഴലുകൾ ഉണ്ടാകും. ഇതിൽ നിന്നും നമുക്ക് കാഥോഡ് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാഥോഡ് റേ നേരെ നേരെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ 1ാമത്തെ ഇതിൽ തന്നെ മനസ്സിലാക്കാം. 2ാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഥോഡ് രശ്മിയുടെ പാതയിൽ ഒരു നേർത്ത ഇതുപോലെ ഒരു ചക്രം വെച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാഥോഡ് രശ്മിയിലെ കണികകൾക്കും മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. അടുത്ത 3ാമത്തെ, when an electric field is applied on both sides of the rays they are found to be attracted towards the positive side. From this we can understand that cathode rays have negative charge. ഇത് നമ്മുടെ ടെസ്റ്റിൽ ചെയ്താൽ കുഞ്ഞുങ്ങൾ, ഇത് നിങ്ങൾ ചോദിക്കും ഇത് ഇത്രയൊക്കെ പഠിക്കണോ ഇല്ലയോ? അങ്ങനെ ഒരു ചോദ്യം ഇപ്പം തന്നെ ഇതെല്ലാം കൂടെ ഞങ്ങൾ പഠിക്കാനുള്ളതാണോ? ഇതൊരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്തിലെ കാഥോഡ് റേസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം ഈ കാഥോഡ് രശ്മിയുടെ പാതയുടെ കാഥോഡ് രശ്മി കേട്ടോ, കാഥോഡ് റേ കുറിച്ച് അതൊക്കെ പാഠത്തിൽ കാഥോഡ് റേ എന്തോന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാഥോഡ് രശ്മിയുടെ പാതയുടെ ഇരുവശത്തും ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി, അതൊക്കെ നല്ല അതൊക്കെ electric field applied both side rays they are found attracted towards the positive side.
കേട്ടോ. എന്ന് വെച്ചാൽ കാഥോഡ് രശ്മിയുടെ പാതയുടെ ഇരുവശത്തും ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ വൈദ്യുത മണ്ഡലമാണ് പ്രയോഗിക്കുമ്പോൾ അവ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓരോന്നും ഓരോ വരിയിലും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഒന്നാമത്തേത് ഇത് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് റേ നോക്കിയേ, കാഥോഡ് റേ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് ഒന്നാമത്തെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേലോ കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ടെന്ന്, അല്ലെ, നേരത്തെ നമ്മുടെ അവിടെ ചക്രം വെച്ച് കൊടുത്ത് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനകത്തിൽ മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടല്ലോ. മൂന്നാമത്തെ നോക്കിക്കേ, മൂന്നാമത്തേല് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്ലൂ ഞാൻ അങ്ങ് പറഞ്ഞു തന്നെ, 3 ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആണ്, രണ്ടാമത്തെ അതിൽ മാസ് ഉണ്ട്, മൂന്നാമത് കാഥോഡ് റേക്ക് നെഗറ്റീവ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക കുഞ്ഞുങ്ങളെ, കാഥോഡ് റേക്ക് ഏത് ചാർജ് ആണ് കേട്ടോ, നെഗറ്റീവ് ചാർജ് ആണ്. അടുത്തത് നാലാമത്തെന്ന് വെച്ചാൽ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദ മാഗ്നിഫൈഡ് ഫീൽഡ്. എന്ന് വെച്ചാൽ എന്താ, കാന്തിക മണ്ഡലത്തിലും കാഥോഡ് രശ്മിയുടെ പാത വ്യതിചലിക്കുന്നുണ്ട് കേട്ടോ. കാഥോഡ് നല്ലപോലെ നോക്കണം. കാഥോഡ് റേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദ മാഗ്നിഫൈഡ് ഫീൽഡ്. ഈ മാഗ്നിഫൈഡ് ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കാന്തിക മണ്ഡലം. അതിൽ കാഥോഡ് എന്ത് ചെയ്യുന്നുണ്ട്, കാഥോഡ് റേസുകളുടെ പാത എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്റ്റ് വ്യതിചലിക്കുന്നുണ്ട്. അപ്പം ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്. കാഥോഡ് റേയെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുകയോ നിങ്ങൾ കേട്ടോ. മലയാളം മീഡിയക്കാരെന്നാണ്ട് ഇതാണ് കാഥോഡ് രശ്മിയുടെ പ്രധാന സവിശേഷതകൾ. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നിഴലുകൾ ഉണ്ടാകും. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിഴലുണ്ടെങ്കിൽ നേർരേഖയാണെന്ന് മനസ്സിലാക്കാം. ഇനി കാഥോഡ് രശ്മിയുടെ പാതയിൽ ഒരു നേർത്ത നമ്മൾ എന്തെങ്കിലും ഒരു ഇതിൽ പോലെയുള്ള ഒരു ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നെന്ന് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ കാഥോഡ് രശ്മികളിലെ കണികകൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത്, കാഥോഡ് രശ്മിയിലെ പാതയുടെ ഇരുവശത്തും ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അവ പോസിറ്റീവ് ഭാഗത്തേക്കായിട്ട് ആകർഷിക്കുന്നതായിട്ട് കാണാം. അത് പോസിറ്റീവിലോട്ട് പോവാമെങ്കിൽ അപ്പൊ കാഥോഡ് രശ്മി ഏതാണ്, നെഗറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത ലാസ്റ്റില് കാന്തിക മണ്ഡലത്തിലും കാഥോഡ് രശ്മികളുടെ പാത വ്യതിചലിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാം. ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേ ആവും നിങ്ങളെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഹൂ ഡിസ്കവേർഡ് ദ ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു ആറ്റത്തിനകത്ത് 3 ഉണ്ട് അല്ലേ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, ജെ തോംസൺ ആണ്. ഒരു മാർക്കിന്റെ ചിലപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ അതായിരിക്കും. ജെ തോംസൺ ആണ് കുഞ്ഞുങ്ങളെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോണിന് ഏത് ചാർജാണ്, പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന് ഏത് ചാർജാണ്, നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. നമ്മൾ ബേസ് എടുത്തപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞതാ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബേസ് എടുത്ത് കണ്ടിട്ട് വേണം കുഞ്ഞുങ്ങളെ ഇത് കാണാൻ. കാരണം എന്തുവാന്ന് അറിയാൻ വയ്യാതെ ആറ്റത്തും ന്യൂക്ലിയസ് അല്ലേ, ബോർ മോഡൽ, ഒരുപാട് ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ന്യൂട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ഇല്ലാത്തതാണ്, ചാർജ് ഇല്ലാത്തതാണ് ന്യൂട്രോൺ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ കേട്ടോ. അത് പഠിച്ചോണേ. ഇനി ആറ്റത്തിന്റെ സെന്ററിന് എന്താ പറയുന്നത്, ന്യൂക്ലിയസ് എന്നാണ്. ആറ്റത്തിന്റെ സെന്ററിന് പറയുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ്. പഠിച്ചോണേ. 10ാമത്തെ ചോദ്യം, ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ്. ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെയാണ്? ഈ ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പറഞ്ഞോ? എന്തോത്തിനാ മാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? എന്തോത്തിനാ ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കാഥോഡ് രശ്മികളിലെ കണികകൾക്ക് മാസ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇലക്ട്രോണുകൾക്ക്, കാഥോഡ് റേ ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെയാണ്? എ സ്മാൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ്, ഇറ്റ് റൊട്ടേറ്റ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ദസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ എന്താ, കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നുണ്ട്. അങ്ങനെ നമുക്ക് കാഥോഡ് രശ്മികളിൽ കണികകൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോണേ കേട്ടോ. ഓക്കെ ആണല്ലോ. ഹൂ ഡിസ്കവേർഡ് ദ ചാർജ് ആൻഡ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന്റെ ചാർജും മാസും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാണ്, പക്ഷെ അതിന് ചാർജ് ഉണ്ട്, മാസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കൺ ആണ്. സ്പെല്ല് നോക്കണേ, മില്ലിക്കൺ കേട്ടോ. ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺ. അടുത്ത നമ്മൾ പറഞ്ഞു ആറ്റത്തിനകത്ത് 3 ഉണ്ടല്ലേ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര്?
3 ഉണ്ട്. 3-1 നമ്മൾ പഠിച്ചു. അടുത്തതാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കേട്ടോ. ഏണസ്റ്റ് റൂദർഫോർഡ് കേട്ടല്ലോ. ഇനി നമ്മൾ മുമ്പ് പഠിച്ച കാഥോഡ് റേയുടെ കാര്യം പറയുന്ന പോലൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ. കനാൽ റേസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. കനാൽ നമ്മുടെ അതിലേ പോകുന്ന വലിയ കനാലും കൊച്ചു കനാലും ഒന്നും അല്ല ഇത് കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ ആ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ടെസ്റ്റിൽ നോക്കിയാൽ കുഞ്ഞുങ്ങളെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞാൽ പോരെ, അതിനായത് പറയാം കേട്ടോ. കനാൽ റേസ് അല്ലെങ്കിൽ കനാൽ മലയാളത്തിലും അങ്ങനെ എന്താ പറയുന്നത് കേട്ടോ. കനാല് രശ്മി എന്നാൽ എന്താണ് കണ്ടല്ലോ. എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഇത് കണ്ട് ഗോൾഡ്സ്റ്റീൻ ആ പേര് നോക്കിയേ. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഗോൾഡ്സ്റ്റീൻ ആണ്. ജർമ്മൻ സയന്റിസ്റ്റ് കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വിത്ത് പെർഫോറേറ്റഡ് കാഥോഡ് ആൻഡ് ഹി ഡിസ്കവേർഡ് റേസ് നോൺ ആസ് കനാൽ റേസ്. ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത്ര എഴുതണം കേട്ടോ. എന്താണ് കനാൽ റേസ്? എന്താ ഞങ്ങളെ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഗോൾഡ്സ്റ്റീൻ പെർഫോറേറ്റഡ് എന്ന് വെച്ചാൽ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഡിസ്ചാർജ് ട്യൂബ് നിങ്ങളുടെ ടെസ്റ്റ് കണ്ടോ? ഡിസ്ചാർജ് ട്യൂബിൻ്റെ പടം കണ്ടോ? അങ്ങനെ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികളെ അദ്ദേഹം കണ്ടെത്തി. കനാൽ റേസ് എന്ന് പറയുന്ന രശ്മികൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഇതാര കനാൽ രശ്മിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബിൻ്റെ പടം ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. കണ്ടക്റ്റഡ് ദ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഏത് എക്സ്പെരിമെന്റിലൂടെ അത് കണ്ടുപിടിച്ചത്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ പെർഫോറേറ്റഡ് എന്ന് വെച്ചാൽ സുഷിരമുള്ള കാഥോഡ് വെച്ച് പെർഫോറേറ്റഡ് എന്ന് വെച്ചാൽ സുഷിരമുള്ള കാഥോഡ്. അതിലൂടെയാണ് എന്താ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഗോൾഡ്സ്റ്റീൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന റേസുകൾ അദ്ദേഹം കണ്ടെത്തി. മനസ്സിലായോ? ഇനി ഇറ്റ് ആൾസോ നോൺ ആസ് ആനോഡ് റേസ് ബിക്കോസ് ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ആനോഡ്. എന്തെല്ലാം മനസ്സിലായോ? ആനോഡിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ. എന്തിൽ നിന്നാണ്? ആനോഡിൽ നിന്നും ഒറിജിനേറ്റഡ് എന്ന് വെച്ചാൽ ഉത്ഭവിച്ചതിനാൽ ഇതിനെ എന്ത് പറയുന്നു? ആനോഡ് റേസ് എന്ന് പറയുന്നു. നമ്മൾ കനാൽ റേസ് ആണ് പഠിക്കുന്നത്. അതിനകത്തിൽ തന്നെ എന്താ ആനോഡ് റേസ് എന്തുണ്ട് കേട്ടോ. ഇത് ആനോഡിൽ നിന്നായതുകൊണ്ട് അതിനെ ആനോഡ് റേസ് എന്ന് പറയുന്നു. ഹി സ്റ്റഡീഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് റേസ് ആൻഡ് ഐഡന്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദം. എന്ന് വെച്ചാൽ ഈ രശ്മികളുടെ സവിശേഷതകൾ അദ്ദേഹം പഠിക്കുകയും അവയിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു. എന്തുകൊണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആരാണ്? ഗോൾഡ്സ്റ്റീൻ. പേരുണ്ട്. ലേറ്റർ അതിനുശേഷം ഏണസ്റ്റ് റൂദർഫോർഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് എ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആൻഡ് നെയ്മഡ് ഇറ്റ് പ്രോട്ടോൺ. പിന്നീട് ഏണസ്റ്റ് റൂദർഫോർഡ് ഇതൊരു ഉപ അറ്റോമിക് കണികയാണെന്ന് കണ്ടെത്തി പ്രോട്ടോൺ എന്ന് പേരിട്ടു. അപ്പം എങ്ങനെ ഇരിക്കുന്നു? അപ്പം പ്രോട്ടോണിൻ്റെ പേര് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ടാണ് കാഥോഡ് റേയെ കുറിച്ചൊരു 4 വരി. അതിനകത്തിൽ തന്നെ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ. നെഗറ്റീവ് ചാർജ് കാഥോഡ് റേയ്ക്ക് ഉണ്ടെന്നും ഈ കാഥോഡ് റേ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്നും ഇതിന് മാസ് ഉണ്ടെന്നും കാന്തിക മണ്ഡലത്തിലും കാഥോഡ് രശ്മികളുടെ പാത വ്യതിചലിക്കുന്നുണ്ടെന്നും ഒക്കെ എന്താണ് ഈ കാഥോഡ് രശ്മിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കനാൽ റേസ് ഡിസ്ചാർജ് ട്യൂബിന്റെ പടം ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നല്ലപോലെ ഈ 4 വരി പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ മലയാളം ഉണ്ടോ നിങ്ങളെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മലയാളത്തിൽ അറിയാൻ പറ്റും. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഗോൾഡ്സ്റ്റീൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഈ കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികളെ അദ്ദേഹം കണ്ടെത്തി. ഏത് രശ്മികളെ കണ്ടെത്തിയേ? കനാൽ റേസ് എന്ന് പറയുന്ന രശ്മികളെ അദ്ദേഹം കണ്ടെത്തി. ആനോഡിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ ഇതിനെ ആനോഡ് റേസ് എന്ന് വിളിക്കുന്നു. ഈ രശ്മികളുടെ സവിശേഷതകൾ അദ്ദേഹം പിന്നീട് പഠിക്കുകയും അവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് ഈ ഏണസ്റ്റ് റൂദർഫോർഡ്, നമുക്കറിയാമല്ലോ ഏണസ്റ്റ് റൂദർഫോർഡ് ആരാന്നും എന്തോന്നൊക്കെ ഇപ്പൊ പറഞ്ഞതാ. ആരാ? അല്ലേ? റൂദർഫോർഡ് ഏതാ? പ്രോട്ടോൺ കണ്ടുപിടിച്ചതല്ലേ? മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണെന്ന് നമ്മൾ പഠിച്ച. ഓക്കെ. പിന്നീട് ഏണസ്റ്റ് റൂദർഫോർഡ് ഉപയോഗിച്ച് അറ്റോമിക കണികളാണെന്ന് കണ്ടെത്തി അവിടെ പ്രോട്ടോൺ എന്ന് പേരിടുകയും ചെയ്തു കേട്ടോ.
ഇനി ടെസ്റ്റിൽ ഒരു ട്രൂ ഓർ ഫാൾസ് കണ്ടായിരുന്നോ? ദ ബിഹേവിയർ ഓഫ് എ കനാൽ റേസ് ചാർജ് ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്യാസ് യൂസ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകത്തെ ആശ്രയിച്ച് കനാൽ രശ്മികളുടെ സ്വഭാവം മാറുന്നു. ശരിയാണോ തെറ്റാണോ? ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകം ഉണ്ടല്ലോ, ആ ട്യൂബിനകത്തിൽ ഉപയോഗിക്കുന്ന വാതകത്തെ അതിനെ ആശ്രയിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന്? ഉണ്ട്. ശരിയാണ്, ഉണ്ട് കേട്ടോ. ഇനി 2 ചെറിയ ഏറ്റവും സ്മാളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഇൻ ദ കനാൽ റേസ് വെയർ ഒബ്റ്റൈൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. എന്ന് വെച്ചാൽ ഈ കനാൽ രശ്മിയിലെ ഏറ്റവും ചെറുത് എന്ന് വെച്ചാൽ സ്മാളസ്റ്റും അതുപോലെ തന്നെ ലൈറ്റസ്റ്റ് ഏറ്റവും ഭാരം കുറഞ്ഞതുമായ പോസിറ്റീവ് കണികകൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ലഭിക്കുന്നതെന്നൊരെണ്ണമുണ്ട്. ശരിയാ, അതെ, ഹൈഡ്രജൻ വാതകത്തിലാണ് കേട്ടോ. ഹൈഡ്രജൻ അത് ചിലപ്പോൾ ഏതാ വാതകമാണെന്ന് ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. ഹൈഡ്രജനാന്ന്. കനാൽ റേസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. കനാൽ രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണികകൾ അടങ്ങിയിരിക്കുന്നു. ഇല്ല കേട്ടോ, തെറ്റാണത് കേട്ടോ. അത് ട്രൂ ഓർ ഫാൾസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ ആണല്ലോ. 14ാമത്തെ ചോദ്യമാണ്. അടുത്ത 15ാമത്തെ ചോദ്യം. ഹു പ്രപ്പോസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദ ആറ്റം? ടെസ്റ്റിൽ അതിന്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദ ആറ്റം കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ. പേര് മറക്കല്ലേ കുഞ്ഞുങ്ങളെ, ജെ തോംസൺ. ജെ തോംസൺ വേറെ എന്തൊക്കെയോ കണ്ടുപിടിച്ചാൽ എന്തുവായിരുന്നു? ആദ്യം തൊട്ട് നമ്മൾ പറയുന്നതാ. ജെ തോംസൺ എന്തോ കണ്ടുപിടിച്ചത്? എന്തുവായിരുന്നു നിങ്ങളെ? ഇലക്ട്രോൺ അല്ലേ? ഹു ഡിസ്കവേർഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ജെ തോംസൺ ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽസ് വെൻ ഹി ഡിസ്കവേർഡ് ദ പ്രസൻസ് ഓഫ് വിത്ത് പാർട്ടിക്കിൾസ്. അതായത് ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ഏത് കണത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ്? ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ഏത് കണത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ്? നെഗറ്റീവ് ചാർജ് അതിലുണ്ടെന്ന് കേട്ടോ. നെഗറ്റീവ് ചാർജ്. ഈ ചാർജ് തിരിഞ്ഞു പോയല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തിരിഞ്ഞു പോകരുത് കേട്ടോ. 16. അടുത്ത 17ാമത്തെ എന്താ? നമ്മൾ കുറച്ചു നേരം കൊണ്ട് പ്ലം കേക്ക് പറയുന്നില്ലേ? പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദ ആറ്റം അല്ലേ? എന്തോ ഈ ജെ തോംസൺ ആണ് ഇത് കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ഹു പ്രപ്പോസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദ ആറ്റം? ജെ തോംസൺ ആണ്. അപ്പം അദ്ദേഹത്തിന്റെ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഒന്ന് വിശദീകരിച്ചൊന്ന് പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ നിങ്ങൾ കുറച്ചു നേരം കൊണ്ട് പറയുന്നില്ല? എന്തുവാ? ജെ തോംസൺ പ്രപ്പോസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽ അല്ലേ? ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. ഈ മോഡൽ അനുസരിച്ച് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ വിന്യസിച്ചിരിക്കുന്നു. സ്ഫിയർ എന്ന് വെച്ചാൽ ഓർമ്മയുണ്ടോ? സ്ഫിയർ ഗോളം, ഉരുണ്ട അല്ലേ? ഒരു ഗോളത്തിൽ വിന്യസിച്ചിരിക്കുന്നു. The total number of positive charge and negative charge in the sphere will be equal. എന്ന് വെച്ചാൽ ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. കണ്ടോ? ഇത്രയും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ? ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ വിശദീകരിക്കാൻ ടെസ്റ്റിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ ആണല്ലോ. കാതോഡിനപ്പം ഏത് ചാർജാണെന്നാണ് നമ്മൾ പഠിച്ചത്? നെഗറ്റീവ് ചാർജാണ്. ഇനി ബോക്സിനകത്ത് ടെസ്റ്റിൽ റേഡിയോ ആക്ടിവിറ്റി എന്നാൽ എന്തെന്ന് ടെസ്റ്റിൽ ഇംഗ്ലീഷ് മീഡിയക്കാരെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? ഞാനത് ഇംഗ്ലീഷ് എഴുതിയാൽ മറന്നുപോയി. അപ്പം മലയാളം ഉണ്ട്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി അല്ലെ റേഡിയോ ആക്റ്റീവത? ബോക്സ് നീല ബോക്സിൽ ടെസ്റ്റിൽ ഉണ്ട്. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താ? ഏതൊക്കെയാ റേഡിയോ ആക്ടിവിറ്റിയിൽ? യുറേനിയം, തോറിയം തുടങ്ങിയ എലമെന്റ്സുകൾ, മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്നു. ഇങ്ങനെ പുറത്തുവിടുന്നതിനെ നമ്മളെന്താ റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്വറലാണ് കേട്ടോ. പേര് നോക്കിയേ, ബെക്വറലാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായും 3 തരം കിരണങ്ങൾ ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പുറത്തുവിടുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിൽ ബോക്സിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കണേ. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ഈ റേഡിയോ ആക്റ്റീവത അല്ലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്വറലാണ് ഇത് കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും 3 തരം കിരണങ്ങളാണ് ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പുറത്തു വരുന്നത്. പോസിറ്റീവ് ചാർജും മാസും ഉള്ളതിനെ ആൽഫ എന്ന് പറയും.
ആൽഫ കിരണങ്ങൾ എന്നാണ്. പോസിറ്റീവ് ചാർജ് മാസമുള്ളതിനെ ആൽഫ, ആ എംബ്ലം നോക്കിയേ, നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ ബീറ്റ കണങ്ങളെന്നും ചാർജ് മാസം ഒന്നുമില്ലെങ്കിൽ അതിനെ ഗാമ കിരണങ്ങളെന്നും പറയുന്നു കേട്ടോ. അത് നല്ലപോലെ നോക്കണേ. ആറ്റത്തിൻ്റെ കേന്ദ്രത്തിന് നമ്മൾ പഠിച്ചതല്ലേ, ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവത ഞാൻ ഇങ്ങനെ എഴുതിയെങ്കിലും നിങ്ങൾ അങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത്രയും ഇംഗ്ലീഷുകാർ അത് ബോക്സിൽ, നീല ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ എഴുതാൻ വിട്ടുപോയതാ. 20 എണ്ണം ഈ ഫസ്റ്റ് പാർട്ടിൽ ഇടാൻ വേണ്ടി എഴുതിയതാ കേട്ടോ. ആ 20 എണ്ണം വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് പാർട്ട് 2 കാണാം കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണമെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.